മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ സ്നേഹം കൊണ്ട് മദീന നിവാസികൾ മുഴുവനും അവരവരുടെ വസതികളിലേക്ക് താമസിക്കുവാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, എൻ്റെ ഒട്ടകത്തെ ആരും തടഞ്ഞു നിർത്തരുതേ, അതിന് അല്ലാഹു തആല കൽപ്പന കൊടുത്തിട്ടുണ്ട്. ഒരു വീടിനു മുന്നിൽ അത് നിൽക്കും, ആ വീട്ടിലായിരിക്കും എൻ്റെ താമസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ ഒട്ടകം മുന്നോട്ട് നീങ്ങി അവസാനം അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് സമീപമാണ് ഒട്ടകം നിന്നത്. ആ സഹാബിയുടെ വീട് മുൻകാല അമ്പിയാക്കളുടെ അനുയായികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പണിത് ഒരുക്കി വെച്ച് കൊണ്ടുവന്ന വീടാണത്. അത് കാത്തു സൂക്ഷിച്ചു വെച്ച വീടാണ്. അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന് തലമുറകളായി അത് അനന്തരാവകാശമായി കിട്ടിയതാണ്. അതിൻ്റെ പരിചരണമായിരുന്നു അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നപ്പോൾ വീടിൻ്റെ മുകളിൽ താമസിക്കണേ നബിയെ എന്ന് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞു. എന്നാൽ എന്നെ കാണുവാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് സൗകര്യാർത്ഥം ഞാൻ തൽക്കാലം താഴെ താമസിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരു രാത്രിയിൽ സഹാബിയും ഭാര്യയും മുകളിലാണ്. രാത്രി അറിയാതെ കൈതട്ടി വെള്ളപ്പാത്രം കമിഴ്ന്നു വീണു. സ്നേഹവും ആദരവും നിറഞ്ഞ മനസ്സുകൊണ്ട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിറയ്ക്കാൻ തുടങ്ങി. വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്ത് വീണ് അവിടത്തേക്ക് അസഹ്യതയുണ്ടായാൽ അങ്ങനെ ഉടനടി ഉള്ള വിരിപ്പും പുതപ്പുമെല്ലാം എടുത്തുകൊണ്ട് ആ വെള്ളം ആ രാത്രി മുഴുവനും ഒപ്പിയെടുക്കുകയാണ് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. പിറ്റേന്ന് ആദരപൂർവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബി വര്യൻ അറിയിക്കുകയാണ്, നബിയെ, അങ്ങ് താഴെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് മുകളിൽ കഴിയുവാൻ എങ്ങനെയാണ് മനസ്സ് വരിക? അവിടുത്തെ മുകളിൽ കഴിയുവാൻ, അവിടുത്തെ മുകളിൽ ആകുവാൻ ഞങ്ങൾ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു വന്ന് അവിടുത്തെയുടെ പാത്രങ്ങളെടുത്ത് തിരുനബി തങ്ങളുടെ കൈ തട്ടിയ സ്ഥലത്ത് നിന്ന് കഴിക്കാൻ തുടങ്ങും. അവിടുത്തെയുടെ കൈ തട്ടിയ ആ ബറക്കത്തെടുക്കുവാൻ വേണ്ടിയാണ് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യുന്നത്. ആ സഹാബി ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അവിടുത്തെയുടെ ഒരു രോമം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ സഹാബി, നിങ്ങൾ അത് വേണ്ട വിധം സൂക്ഷിച്ചു വെച്ചോളൂ, കരുതി വെച്ചോളൂ, അതൊരു രക്ഷാ കവചമാണ് എന്ന് നബുവത്തിന്റെ നാവുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്ത മഹാനായ സഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പലരും ചോദിച്ചു, ഇത്രയും കാലം കൂടെ കഴിഞ്ഞ ആളുടെ വിയോഗത്തിന് ശേഷം ആ വേർപാടിന്റെ വിഷമമൊന്നും നിങ്ങളുടെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ രാത്രിയും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് വിഷമമില്ലാത്തത്. ആ സഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരോട് പറഞ്ഞു വെച്ചിരുന്നു, ഞാൻ മരിച്ചാൽ നബി തങ്ങളുടെ ഒരു കൊച്ചു വടി എൻ്റെ കയ്യിലിരിപ്പുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹബീബിൻ്റെ ഒരു മുടിയും എൻ്റെ കൈവശമുണ്ട്, അത് എൻ്റെ മയ്യത്തിനോട് ചേർത്ത് വെക്കണേ എന്ന് അവിടുന്ന് കൂടെയുള്ളവരോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലും വസ്ത്രങ്ങളിലും വ്യക്തികളിലും വിശിഷ്ട ഇടങ്ങളിലും
എല്ലാ കാര്യങ്ങളിലും സഹാബി വര്യന്മാർ അവർ അനുഗ്രഹവും അഭിവൃദ്ധിയും ബറക്കത്തും ദർശിച്ചിരുന്നു.